ഇതുപോലെ ഒരുപാട് ആളുകൾ അർജുനെ ഏറ്റവും വേണ്ടപ്പെട്ടവനായി ഏറ്റവും പ്രിയപ്പെട്ടവനായി കരുതുന്ന ആളുകൾ അകലെ അകലെ എവിടെ നിന്നൊക്കെയോ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു എന്നുള്ളതാണ്. അവരൊക്കെ അർജുനെ ഒന്ന് കണ്ട് ഒരു യാത്രാമൊഴി അർപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി അവരെത്തുന്നു. ഏറ്റവും ഒടുവിൽ സംസ്കാര ചടങ്ങുകൾ അവസാനമായ അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്നു. ചിതയിലേക്ക് ഇനി ആരെങ്കിലും എന്ന ചോദ്യം വീണ്ടും അവിടെ നിന്ന് ഉയരുന്നുണ്ട്. ഈ വീടിനകത്തേക്ക് എത്തിച്ചേർന്ന വീടിൻ്റെ പരിസരത്തേക്ക് എത്തിച്ചേർന്ന ഓരോരുത്തർക്കും കാണാനുള്ള അവസരമുണ്ടായിരുന്നു. അങ്ങനെ കാണാനുള്ള എല്ലാവർക്കും കാണാൻ പൊതുദർശനത്തിനെത്തിയ അന്ത്യോപചാരം അർപ്പിക്കാൻ യാത്രയിൽ പങ്കുചേരാനെത്തിയ ആളുകൾക്ക് മുഴുവൻ കാണാനുള്ള അവസരം എല്ലാവർക്കുമുണ്ട്. അങ്ങനെ ആ ഒരു ചടങ്ങിൻ്റെ നിമിഷങ്ങളിലേക്ക് നമ്മൾ എത്തുന്നു. പൊതുദർശന ചടങ്ങ് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഇനിയും കാണാത്തവർക്ക് ഇനിയും ഇവിടെ എത്തിച്ചേർന്ന് ഒരു ഈ ചടങ്ങിൻ്റെ ഏറ്റവും ഒടുവിലേക്കും ഇപ്പോഴും ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും നിശ്ചയിച്ച പ്രകാരം 11 മണിയോടുകൂടി ഭൗതിക ശരീരം സംസ്കരിക്കാൻ സാധിച്ചിട്ടില്ല. 11:15 11:15 ഇനിയും താമസിക്കുമെന്ന് തോന്നുന്നില്ല. ഇനിയും താമസമില്ലാതെ തന്നെ ഈ ആൾക്കൂട്ടത്തിൽ സാക്ഷി നിർത്തി, ഈ വലിയ ജനാവലിയെ സാക്ഷി നിർത്തി അർജുൻ്റെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. ഇവിടേക്ക് എത്തിച്ചേർന്നവർ മാത്രമല്ല, ഇവിടേക്ക് എത്തിച്ചേരാൻ ആഗ്രഹിച്ചിരുന്നൊരു വലിയ മനസ്സുണ്ട്. മലയാളി സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമുണ്ട്. ആ സമൂഹം ആകെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു. അവരാകെ അർജുന് അന്ത്യോപചാരം മനസ്സുകൊണ്ട് അർപ്പിച്ചവരാണ്. നേരിട്ടെത്തിച്ചേർന്ന ആയിരങ്ങൾ ഉണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്താൻ ആഗ്രഹിച്ച മനസ്സുമായി അർജുന് ദൂരെ നിന്ന് അശ്രുപൂജ അർപ്പിക്കുന്ന, ദൂരെ നിന്ന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്ന ആൾക്കൂട്ടമുണ്ട്. അവരെല്ലാം ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്ത പോലെ തന്നെ മനസ്സുകൊണ്ട് അവരെല്ലാം ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. അവർക്കെല്ലാം കാണാനുള്ള ഒരു അവസരം ഇവിടെ വന്നവർക്കെല്ലാം നേരിട്ട് കാണാനും, അല്ലാത്തവർക്ക് മനസ്സുകൊണ്ട് അവർക്കെല്ലാം മലയാളികളെല്ലാം അശ്രുപൂജ അർപ്പിച്ചിട്ടുണ്ട് അർജുന് എന്നുള്ളതാണ്. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വികാരവായ്പോടുകൂടിയുള്ള ഏറ്റവും ഹൃദ്യമായ ഒരു യാത്രയയപ്പ് അർജുന് കേരളം നൽകിയിരിക്കുന്നു. അവനെ കാത്തിരുന്ന ആദ്യ നാളുകൾ തിരിച്ചു വരുന്ന പ്രതീക്ഷയോടുകൂടി മണ്ണിനടിയിലെ ട്രക്കിൽ ജീവനോടുകൂടി ഉണ്ട് എന്ന് മലയാളികളെ ആശങ്കയുടെ മുൾമുനയിൽ നിന്നുകൊണ്ട് പ്രതീക്ഷിച്ചിരുന്ന സമയം ഇതായിപ്പോൾ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇങ്ങോട്ടേക്ക് എത്തുന്നു. മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇപ്പോൾ ഈ അന്ത്യോപചാര ചടങ്ങിന് വേണ്ടി എത്തുന്നു. അർജുന് അന്ത്യോപചാരം അർപ്പിക്കാൻ വേണ്ടി മന്ത്രി കെ ബി ഗണേഷ് കുമാർ എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നതും. അദ്ദേഹം നേരത്തെ നമുക്കറിയാം കെ ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ, കടന്നപ്പള്ളി രാമേന്ദ്രൻ ഇന്നലെ വന്നിരുന്നു. ഇന്ന് കെ ശശീന്ദ്രൻ ഉണ്ടായിരുന്നു. കേരളത്തിൻ്റെ MLA-മാരുണ്ടായിരുന്നു. വിവിധ ജനപ്രതിനിധികളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം അർജുന് അന്ത്യോപചാരം അർപ്പിച്ചാണ് മടങ്ങിപ്പോയതും. ഇപ്പോൾ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹവും അന്ത്യോപചാരം അർപ്പിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അപ്രതീക്ഷിത അതിഥിയായി എത്തിയതാണ്, നേരത്തെ നിശ്ചയിച്ചിട്ടുള്ളതെല്ലാം. എങ്കിൽ കൂടി അദ്ദേഹത്തിന് കോഴിക്കോട്ട് പരിപാടി ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹവും ഇപ്പോൾ അർജുൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെയുള്ള കോഴിക്കോട്ടുള്ള ആരും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചു പോകുന്ന രീതിയിൽ സ്വാഭാവികമായിട്ടുള്ള ഒരുക്കങ്ങൾ നടത്തി. രാകേഷ്, ഇപ്പോൾ ഈ സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ടോ? സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ ഈ വീടിനോട് ചേർന്നുള്ള തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചടങ്ങുകൾ ഏകദേശം വരി ഇപ്പോഴും നീണ്ടു തന്നെ നിൽക്കുകയാണ്. ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പൊതുദർശനം കുറച്ചുകൂടെ നീണ്ടു നിൽക്കുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്.